ഇഷ്ടമാണോ? അല്ലല്ലേ. ഒരുതപ്പെട്ട ആർക്കും വഴുതനങ്ങ ഇഷ്ടമല്ല. പക്ഷേ എനിക്കും അതുപോലെ തന്നെയായിട്ട് എനിക്ക് വഴുതനങ്ങ അത്ര വലിയ ഇഷ്ടമല്ല. ഞാൻ ഇവിടെ കൂടുതലും നമ്മൾ തോരനോ അല്ലെങ്കിൽ തീയൽ പിന്നെ അവിയല്ലാത്ത സാമ്പാറിലൊക്കെ ഇടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ചപ്പാത്തിക്ക് ഒരു കറി കേട്ടോ, ബെങ്കൻ ഭർത്ത. ഇത് കനലിൽ ചുട്ടിട്ട് ആണ് ഈ കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇപ്പോൾ അടുപ്പൊന്നും കത്തിക്കാനൊന്നും വഴിയൊന്നുമില്ല. പിന്നെ ഗ്യാസേ വെച്ചിട്ട് ഇത് ചൂടാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, വഴുതനങ്ങയുടെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ വീണിട്ട് ഗ്യാസൊക്കെ നാശമാവും കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തവയില്ല, തവയുടെ മുകളിൽ വെച്ചിട്ട് അതിൽ നിന്ന് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ചുട്ടെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ആ ഒരു മെത്തേഡിലാണ് ഞാനിത് ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ വഴുതനങ്ങ എന്ന് വെച്ചാൽ നമ്മുടെ നാടൻ ടൈപ്പിലുള്ള വഴുതനങ്ങ കേട്ടോ, കുഞ്ഞു വഴുതനങ്ങയില്ലേ, അതാണ് ശരിക്കും ഇതിന് വേണ്ടത്. വലിയൊരു വഴുതനങ്ങ കിട്ടും, അരിയൊന്നും ഇല്ലാത്ത ടൈപ്പ് കേട്ടോ, അതാട്ടോ ഇത് ശരിക്കും ഇതുണ്ടാക്കാൻ നല്ലത്. പക്ഷേ ഇത് വെച്ച് ഉണ്ടാക്കിയിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 വലിയ വഴുതനങ്ങയും ഒരു ചെറിയ വഴുതനങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ 2 തക്കാളി, വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. വലിയ വഴുതനങ്ങേനെ 4ആയിട്ടാണ് മുറിച്ചേക്കുന്നത്. ചില ഈ വഴുതനങ്ങയ്ക്കകത്ത് ചിലപ്പോൾ പുഴു ഉണ്ടാവും, അപ്പോൾ അതുകൊണ്ടാട്ടോ ഞാൻ 4ആയിട്ട് മുറിച്ചത്. ചെറുത് 2ആയിട്ട് മുറിച്ചിട്ടുള്ളൂ കേട്ടോ. സാധാരണ ബേക്കൻ ഭർത്ത ഉണ്ടാക്കുമ്പോൾ മുഴുവനോടുകൂടി തന്നെ കനലിൽ വെച്ചിട്ട് അതിനെ ചുട്ടെടുക്കുക ചെയ്യുന്നത് കേട്ടോ. വഴുതനങ്ങയുടെ ഉള്ളിൽ പുഴു ഉണ്ടാവും. അപ്പോൾ ഞാൻ മുറിച്ചപ്പോൾ തന്നെ എനിക്കിവിടെ പുഴു ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഒരു പുഴു ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുറമേ നോക്കുമ്പോൾ അറിയത്തൊന്നുമില്ല, പക്ഷേ ഉള്ളിൽ പുഴു ഉണ്ടാവും. ഇനി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു തവ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന വഴുതനങ്ങ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ചെറിയൊരു പാത്രം ആയതുകൊണ്ട് എനിക്ക് ഒരുമിച്ച് എല്ലാം കൂടെ ഇടാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാൻ 2ആയിട്ടാണ് വറുക്കുന്നത്. അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്യാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ച് വെക്കിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. വെക്കിട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു കരിഞ്ഞ ഒരു ടെക്സ്ചറാണ് വരേണ്ടത് കേട്ടോ. ഇത് ഇതിലേക്ക് ഇനി ബാക്കിയുള്ള അതും കൂടെ വെക്കാം കേട്ടോ. ഇതിലേക്ക് 2 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി കേട്ടോ. അതൊരു 13 എണ്ണം ഉണ്ട്. ഇതിൻ്റെ വെളുത്തുള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. അതങ്ങോട്ട് കോരി മാറ്റാം, അല്ലെങ്കിൽ ഇനി കിടന്നു കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു കൂട്ടാം. ഇതും ആയിട്ടുണ്ട്, നമുക്ക് മാറ്റാം. ഇതേപോലെ നമ്മൾ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ആ തൊലി ഉണ്ടല്ലോ എല്ലാം ഒന്ന് കളയണം കേട്ടോ. ഇത് കണക്കെ എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഒന്നെങ്കിൽ ഉടയ്ക്കുകയോ അല്ലെങ്കിൽ കുഞ്ഞിതായിട്ട് അരിഞ്ഞോ എടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത അതേ സെയിം പാത്രം തന്നെ ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊട്ടിയതിന് ശേഷം ഒരു വലിയ സവാള കുഞ്ഞിതായിട്ട് അരിഞ്ഞത്. വഴുതനങ്ങ തക്കാളിയും ഫ്രൈ ചെയ്യാനൊക്കെ എണ്ണ ഒഴിച്ചിട്ടല്ലേ ആക്കിയത്. അപ്പോൾ അതിൽ നല്ലപോലെ എണ്ണ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഈ പൊടിയെല്ലാം അതിലൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഉടച്ചു വെച്ചിരിക്കുന്ന ആ വഴുതനങ്ങ ആ കൂട്ടുണ്ടല്ലോ അതെല്ലാം കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന്, പിന്നെ ഇച്ചിരി അധികം മല്ലിയില നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഒരു 1/4 കപ്പൊക്കെ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ ചേർത്തേക്കണ ഉപ്പ് അതൊക്കെ ഒന്ന് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി വെള്ളം ഒഴിച്ചാലേ ആ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ ഇതിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ബെങ്കൻ ഭർത്ത റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ ആയിട്ടിരിക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
പിന്നെ അടുത്ത ദിവസം അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.